ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ലക്ഷ്മണ, ഇതാ ഒരു വെൺകൊറ്റക്കുട കാൽ മുറിഞ്ഞ് 100 അലകുകളും ദിവ്യമാലങ്ങളും ഉള്ളതാണിത്. പിശാചിൻ്റെ മുഖത്തെ ഘോരരൂപമാർന്ന കൂറ്റൻ കഴുതകൾ ഇതാ ചത്തുകിടക്കുന്നു. എന്നാൽ പൊൻചട്ടകൾ ആണിവയ്ക്കും. ദിവ്യാഗ്നി പോലെ പ്രശോഭിക്കുന്ന ഈ തങ്കക്കൊടിമരം തകർന്നു കിടക്കുന്ന പടത്തേര്, അച്ചുതണ്ടോളം വലിപ്പമുള്ളതും കനകപ്പിടിയാർന്നതും മുന പൊട്ടിയതുമായ കൂരമ്പുകൾ ഇതാ നോക്കൂ. അസ്ത്രങ്ങൾ നിറഞ്ഞ ആവനാഴികൾ പൊളിഞ്ഞു കിടക്കുന്നു. ചമ്മട്ടിയും കടിഞ്ഞാണും കൈകളിലേന്തി മരിച്ചു കിടക്കുന്ന ഈ സൂതൻ ആരുടെയാകും? സ്വർണ്ണ കസവു തലേക്കെട്ട്, മണികുണ്ടലങ്ങൾ എന്നിവയണിഞ്ഞ് മരിച്ചു കിടക്കുന്ന ഈ 2 പേർ ചാമരം വീശുന്നവരാണ്. നരഋഷഭനായ അനുജ, ഈ കാൽപ്പാടുകൾ ഒരു പുരുഷൻ്റേതാണ്. ഇതൊരു രാക്ഷസൻ്റേതാണെന്ന് തീർച്ച. ജീവനാശകമായ ഈ കാഴ്ച എൻ്റെ വൈരത്തെ 100 മടങ്ങ് അധികരിപ്പിച്ചിരിക്കുന്നു. സൗമ്യനായ സൗമിത്രി, കാമരൂപികളായ നിർദ്ദയ രാക്ഷസന്മാർ സാധുവായ സീതയെ കക്കുകയോ വധിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞു. ഈ മഹാരണ്യത്തിൽ വെച്ച് ഒരു സ്ത്രീയെ ആക്രമിച്ചപ്പോൾ അവളെ വധിക്കുകയോ ഭക്ഷിക്കുകയോ അപഹരിക്കുകയോ ചെയ്തപ്പോൾ ധർമ്മം കാത്തുരക്ഷിച്ചില്ല. ലക്ഷ്മണ, എനിക്ക് ഈ ലോകത്തിൽ പ്രിയം ചെയ്യുവാൻ ഏതൊരു ഈശ്വരനാണ് ഉണ്ടാവുക? ലോകകർത്താവായൊരു ശൂരനാണെങ്കിലും കരുണാവാരിധിയായി തീർന്നാൽ അജ്ഞത കൊണ്ട് ഒരു ജീവിയും മാനിക്കില്ല. ഉണ്ണി, സർവ്വജീവജാലങ്ങൾക്കും അഭീഷ്ടമേകുവാൻ തയ്യാറുള്ള എൻ്റെ ശാന്തഭാവവും ദയാശീലവും കണ്ടപ്പോൾ അമരേശ്വരന്മാർ കൂടി എന്നെ ധൈര്യമില്ലാത്തവനെന്ന് കണക്കാക്കിയിരിക്കും. വെറും ഭീരുവാണെന്ന് വിചാരിച്ചിരിക്കും. ലക്ഷ്മണ, ഏതൊരാളും എന്നിൽ കാണുന്ന ഈ ഗുണങ്ങൾ ഇതാ ദോഷങ്ങളാക്കി മാറ്റുകയായി. രാക്ഷസന്മാരോടുകൂടി സകല ചരാചരങ്ങളും ഇന്ന് വിനാശത്തിലേക്ക് വഴുതുകയായി. ആഹ്ലാദകാരിയായ പൂനിലാവിനെ അതിക്രമിച്ച് ഉദിക്കുന്ന ചണ്ഡകിരണങ്ങൾ എന്ന പോലെ സർവ്വഗുണങ്ങൾക്കും മീതെ എൻ്റെ തേജസ്സിത ഉയരുന്നു. അനുജ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, പിശാചുക്കൾ, രാക്ഷസന്മാർ, കിന്നരന്മാർ, മനുഷ്യന്മാർ ഇവരാരു തന്നെ ആയാലും എനിക്ക് അല്പമെങ്കിലും അപ്രിയമായാൽ സുഖം നേടില്ല. ലക്ഷ്മണ, രാമബാണങ്ങൾ എന്താണെന്ന്, ശക്തി എത്രയാണെന്ന് അറിയിക്കാം. രാമശരങ്ങൾ ആകാശത്തിൽ നിറയുകയായി. ത്രൈലോക്യ സഞ്ചാരികൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല. ഗ്രഹചക്രം അനങ്ങുകയില്ല. വായു ചലിക്കില്ല. സൂര്യപ്രഭയിത മങ്ങുകയായി. ജലാശയങ്ങളെല്ലാം വറ്റി വരളും. പർവ്വത ശിഖരങ്ങൾ മണൽത്തരി പോലെ തകരും. മരങ്ങളും വള്ളിക്കുടിലുകളും ചാമ്പലായി മാറും. മഹാസാഗരങ്ങളെല്ലാം പരന്ന മരുഭൂമികളാകും. 3 ലോകങ്ങളും ഒരുപോലെ കാലധർമ്മത്തിൽ പെടുവാൻ രാമബാണങ്ങൾക്ക് കഴിയുമെന്ന് ലോകം മനസ്സിലാക്കട്ടെ. യാതൊരു കേടും കൂടാതെ എൻ്റെ സീതയെ ഈശ്വരന്മാർ രക്ഷിച്ച് തന്നില്ലെങ്കിൽ ലക്ഷ്മണ, എൻ്റെ പരാക്രമം എത്രയുണ്ടെന്ന് നിനക്കും കൂടി അറിയാറാകും. ആകാശമണ്ഡലത്തിലേക്ക് ഉയരുവാൻ ഏതൊരു ജീവിയെയും എൻ്റെ കോദണ്ഡത്തിൽ നിന്ന് ഉയരുന്ന അസ്ത്രങ്ങൾ സമ്മതിക്കുകയില്ല. ലക്ഷ്മണ, ക്രൂരങ്ങളായ രാമശരങ്ങൾ കൊണ്ടു തകർന്ന പക്ഷികളും മൃഗങ്ങളും ഈ ഭൂമിയിൽ നിറയുന്നത് ശ്രേഷ്ഠനായ അനുജന് കാണാം. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഇളക്കം തട്ടുകയായി. സീത കാരണമായി ആ കർണാന്തം വലിച്ചുവിടുന്ന നിശിത ബാണങ്ങൾ ജഗത്തിലുള്ള സർവ്വപിശാചുക്കളെയും രാക്ഷസന്മാരെയും ഉന്മൂലനാശം വരുത്തും. അതിവിദൂരത്തിൽ ഇരിക്കുന്ന ദേവന്മാരുടെ സമീപത്തിലേക്ക് നിഷ്പ്രയാസമെത്തുന്ന രാമബാണങ്ങളെ ഇന്നവർ കാണട്ടെ. എൻ്റെ ക്രോധാഗ്നിയിൽ ദേവന്മാരും അസുരന്മാരും പിശാചുക്കളും അരക്കന്മാരും മാത്രമല്ല 3 ലോകങ്ങളും കൂടി ദഹിക്കുന്നത് ലക്ഷ്മണ, നീ ഇന്ന് കണ്ടേക്കും. ദേവലോകം, രാക്ഷസലോകം ഇവയിൽ മുഴുവൻ എൻ്റെ കണങ്ങൾ ഛിന്നഭിന്നമാക്കും. ഇതെല്ലാം മേലാൽ ഇല്ലെന്ന് വരികയായി. എൻ്റെ സീതയെ ആർത്തന്നെ കൊണ്ടുപോയാലും കൊന്നാലും വാനവർ തന്നില്ലെങ്കിൽ മുപ്പാരിനും ഞാൻ നിലയില്ലാതാക്കും. ചരാചരങ്ങൾ അടക്കം ത്രിലോകവും ഞാൻ നശിപ്പിക്കും. അഗ്നി സ്ഫുലിംഗങ്ങൾ പുറപ്പെടുന്നത് പോലെയുള്ള കണ്ണുകളോടെ ഇപ്രകാരം പറഞ്ഞ രഘുപുങ്കവൻ മരവുരി ഒന്നുകൂടി മുറുക്കി ജടക്കെട്ട് നല്ല പോലെ ഉറപ്പിച്ചു. ത്രിപുരന്മാരെ 3ാം തൃക്കണ്ണാൽ ചാമ്പലാക്കിയ സാക്ഷാൽ കൈലാസവാസി കാലാരിയെപ്പോലെ ശ്രീരാമദേവൻ ഉജ്ജ്വല പ്രഭയാർന്നു. സൗമിത്രിയുടെ കയ്യിൽ നിന്ന് കോദണ്ഡം വാങ്ങി ഉത്തരക്ഷണത്തിൽ കുലച്ചു. കാഗോളമാർന്ന ഉരകവരനെ പോലെ ഉള്ളൊരു ശരമെടുത്തു. പ്രളയധാവാഗ്നി പോലെ ദുർനിരീക്ഷ്യമായി ജ്വലിക്കുന്ന ശ്രീരാമചന്ദ്രൻ ക്രോധതാമ്രാക്ഷനായി ശരം ഞാണിൽ ചേർക്കാൻ ഒരുമ്പെട്ടുകൊണ്ട്, ലക്ഷ്മണ, ജര, മരണം, കാലം, വിധി എന്നിവയെ ഈ ലോകത്തിൽ ഒരു ജീവിക്കും തടുക്കുവാൻ സാധിക്കില്ല. എന്നാൽ കോപിഷ്ഠനായ എന്നെ എതിർക്കുവാൻ ഈ ലോകത്തിൽ ഒരു മഹാശക്തിയുമില്ലെന്ന് മനസ്സിലാക്കൂ. സുതതിയും കുലസ്ത്രീയുമായ ജനകരാജപുത്രിയെ എനിക്കു തരാത്ത പക്ഷം
ദേവന്മാർ, ഗന്ധർവന്മാർ, മനുഷ്യന്മാർ, നാഗമുഖ്യന്മാർ എന്നിവ ഒത്തുചേർന്ന ഈ ജഗത്തിനെ ഞാനിതാ കീഴ്മേൽ മറിക്കുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.